നമ്മുടെ ഭാനു സാറിൻ്റെ സങ്കടം കേൾക്കുമ്പോൾ വല്ലാത്തൊരു ചമ്മലുണ്ട് എനിക്ക് ഇവിടെ ഇങ്ങനെ നിൽക്കാൻ. വീട്ടിലുള്ളവർക്ക് കുടിക്കാൻ കഞ്ഞിയിലാണ്ടിരിക്കുമ്പോൾ വന്നു കയറിയവന് ബിരിയാണി കൊടുക്കാൻ തീരുമാനിച്ചാൽ ആർക്കായാലും സങ്കടം ഉണ്ടാവും, അതിൽ തർക്കമില്ല. പക്ഷെ സാർ, ഞാൻ ബിരിയാണി ചോദിച്ചിട്ടുമില്ല, എനിക്കത് തരാമെന്ന് ഇവിടെ ആരും പറഞ്ഞിട്ടുമില്ല. പക്ഷെ ഒന്നുണ്ട്, എന്നെ ഈ പാർട്ടിയിലേക്ക് ക്ഷണിച്ചതാണ്. ഞാനിവിടെ ഒരു അഭയാർത്ഥിയല്ല. സംസാരിക്കുമ്പോൾ ആ പരിഗണന എനിക്ക് കിട്ടണം. ഇനി ഞാൻ CDP ചതിച്ച കഥ. ഞാൻ പഠിച്ചത് ഒരു സർക്കാർ മലയാളം മീഡിയം സ്കൂളിലാണ്. എൻ്റെ അമ്മ ബീഡി തീർത്ത് കിട്ടിയ കാശിന്ന് പാർട്ടിയുടെ ലെവിയും അടച്ച് മിച്ചം വന്ന കാശ് കൊണ്ടാണ് ഞാൻ പഠിച്ചത്. വക്കീലായി എൻറോൾ ചെയ്യാൻ കോട്ടും ഗൗണൊക്കെ വാങ്ങിച്ചത് ബീഡി തൊഴിലാളി സഹകരണ സംഘത്തിൽ നിന്ന് എൻ്റെ അമ്മ ലോൺ എടുത്ത 10,000 രൂപ കൊണ്ടാ. പിന്നെ പാർട്ടി മത്സരിക്കാൻ സീറ്റ് എന്നത് അതെന്നെ വളർത്തി വലുതാക്കാൻ വേണ്ടിയിട്ടൊന്നുമല്ല. ആണ്ടുതോറും സഖാവ് രാഘവൻ രക്തസാക്ഷി ദിനം കൊണ്ടാടുന്ന മണ്ണില് ആ രക്തസാക്ഷിയുടെ മകന് മറ്റാരേക്കാളും വിജയസാധ്യത ഉള്ളതുകൊണ്ടാണ്. മണ്ഡലത്തിലെ ആ വികാരമാണ് ഭാനു സാറിന് 1400 വോട്ടിനെ തോൽപ്പിച്ചതും എന്നെ ജയിപ്പിച്ചതും. എനിക്ക് വേണ്ടി വോട്ട് ചോദിക്കാൻ ഭാനു സാറിന് ബുദ്ധിമുട്ടുണ്ടാവും, എന്നാൽ ഭാനു സാറിന് വേണ്ടി വോട്ട് ചോദിക്കാൻ എനിക്ക് ഒരു ബുദ്ധിമുട്ടുമില്ല. എൻ്റെ അച്ഛൻ CDPയുടെ രക്തസാക്ഷിയായത് ഈ പാർട്ടിയിലെ ആളുകളുടെ കൈകൊണ്ടാണ്. എന്നിട്ടും ഈ പാർട്ടിയിലെ കതറിട്ടെന്ന് പ്രവർത്തിക്കാൻ എനിക്കൊരു ബുദ്ധിമുട്ടുമില്ലാത്തത് ഇത് ഇന്നത്തെ രാഷ്ട്രീയമാണ്. അതിലൊരു തെറ്റൂല എന്നുള്ള എൻ്റെ വിശ്വാസമാണ്. ജയ് ഹിന്ദ്. മതി. ഉദയഭാനു തീരുമാനമൊന്നും എടുത്തില്ലല്ലോ. തീരുമാനങ്ങളൊക്കെ എടുത്തിട്ടാണല്ലോ നിങ്ങൾ മീറ്റിംഗ് തുടങ്ങിയത്. കൈയടിക്കാൻ കൂടുന്നില്ല എന്നേ ഉള്ളൂ. ശരി സാർ. ശരി. പ്രകടനം അങ്ങനെ. നന്നായിരുന്നു. തന്റെ കോച്ചിങ് ആയിരുന്നല്ലേ? സാർ ഒരു കാര്യം ഏൽപ്പിച്ചാ ഞാനത് വൃത്തിയായിട്ട് ചെയ്യണ്ടേ? കൊള്ളാം. ഔദ്യോഗിക പ്രഖ്യാപനം നാളെ ഉണ്ടാവും തന്റെ സ്ഥാനാർത്ഥിത്വത്തെ പറ്റി. ഈ പുറത്ത് പ്രസംഗിക്കുമ്പോഴും പാർട്ടി യോഗങ്ങളിലും നേരത്തെ പറഞ്ഞ കാര്യങ്ങൾ ഹൈലൈറ്റ് ചെയ്യണം. മലയാളം മീഡിയം സ്കൂള്, തന്റെ അമ്മയുടെ വീട് തെറുപ്പ്. സാർ അത് കുറച്ചുകൂടെ സഭ്യമാക്കി പറയാമോ? കേട്ടിട്ട് തെറി പറയാണോ എന്നൊരു തോന്നുന്നു. അപ്പൊ തന്റെ അമ്മയുടെ ജോലിയായ ബീഡി തെറുപ്പ്, സഹകരണ സംഘത്തിന്റെ വായ്പ, ഇതൊക്കെയാണ് ഹൈലൈറ്റ് ചെയ്യേണ്ടത്. കുറച്ചും കൂടെ ഇമോഷണൽ ആവാം, കണ്ണൊക്കെ നിറയണം. സാർ അത് ഞാൻ പൊട്ടിക്കരഞ്ഞിരിക്കും. വെരി ഗുഡ്, നന്നായി. എന്തും നമുക്ക് ഓട്ടാക്കണം, എന്തും. നെഞ്ചത്തടിച്ച് കരയണം. വേണ്ട, നാട്ടുകാരെ ചിരിപ്പിക്കലല്ലോ നമ്മുടെ ഉദ്ദേശം. വാ, കുറെ കാര്യങ്ങളുണ്ട്, വാ.